ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നോർത്ത് വെയിൽസിലെ കോൺവി കാസിൽ. കാസിൽ എന്നൊക്കെ കേൾക്കുമ്പോൾ ആരും വിചാരിക്കും ഇത് പഴയത് ഒരു കൊട്ടാരമാണ്. പഴയൊരു കൊട്ടാരമൊക്കെ തന്നെ, പക്ഷേ നമ്മൾ അവിടെ നോർത്ത് വെയിൽസിൽ പോയാൽ കാണേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണെന്ന് ഞാൻ പറയും. കാരണം ഞാനും പോയപ്പോൾ വിചാരിച്ചു ഇതിനകത്തൊക്കെ എന്നാ കാണാനുള്ളതെന്ന്. പക്ഷേ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിൽ നിന്നും ഒരു വ്യത്യസ്തതയുള്ളൊരു ഒരു കൊട്ടാരം അങ്ങനെ പറയാം. അതൊരു 8 ടവറുകളൊക്കെ ആയിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പഴക്കം തന്നെ ഏതാണ്ട് 740 വർഷത്തെ പഴക്കമുണ്ടെന്ന് അവർ പറയുന്നത്. അതായത് AD 1283 ആ സമയത്തൊക്കെ നിർമ്മിക്കപ്പെട്ടതാണ്. അതും അവർ പറയുന്നത്, ചരിത്രം നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വെറും 4 വർഷം കൊണ്ട് ഇത് പണിയെടുപ്പിച്ചെന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട് വെക്കണമെങ്കിൽ പോലും നമ്മൾ എത്ര വർഷങ്ങളെടുക്കും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പണിഞ്ഞെടുക്കണമെങ്കിൽ അതും 4 കൊല്ലം കൊണ്ട്. അപ്പോൾ എത്ര പേര് ചേർന്നായിരിക്കും ഇത് പണിയെടുപ്പിച്ചതെന്നാണ് എൻ്റെ സംശയം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ എന്തായാലും പോവുകയാണെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയവർക്കാണെങ്കിൽ അടിപൊളി വൈബുള്ളൊരു ഏരിയ. ഇതിൻ്റെ ടോപ്പിൽ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. ആ വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഏരിയ മൊത്തം കാണാൻ പറ്റും. അത് അതിൻ്റെ ചരിത്രത്തിൽ പറയുന്നത് വെച്ചാൽ അന്നത്തെ കിങ് എഡ്വേർഡ് ഒന്നാമനായത് പണികഴിപ്പിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ ഒരു റീജിയൻ കൺട്രോൾ ചെയ്യാനും, അതായത് വെൽഷ് ഏരിയ കൺട്രോൾ ചെയ്യാനും അവിടെ നിന്ന് ആ ഒരു ഞാൻ പറഞ്ഞില്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് പണികഴിപ്പിച്ചത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഒരു സൈഡിൽ കയറി നോക്കുമ്പോഴത്തേക്കും മൊത്തം നമുക്ക് കാണാൻ പറ്റുന്നത് ഫുള്ള് ഗ്രീനറിയാണ്. മറ്റേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് നോക്കുമ്പോഴാണെങ്കിൽ സ്നോഡിൻ്റെ ഹിൽസ് ഫുള്ള് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ടൊരു എന്താ പറയുക, കണ്ണിന് കുളിർമ കിട്ടുന്ന ഒരു കാഴ്ച തന്നെയാണ്. പിന്നെ ഫോട്ടോ അടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാരും അടിക്കേണ്ട പോക്കോ, എന്തായാലും നിങ്ങൾക്ക് ഒരു 19 ഫോട്ടോ അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇതിനെ കുറേ റീജിയൻസ് ആയിട്ടൊക്കെ അവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ 8 ടവേഴ്സ് വെച്ചാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. 8 ടവേഴ്സ് ചേർന്നതാണ് ഈ ഒരു കാസിൽ. ആ കാസിലിനെല്ലാം അവർ സെപ്പറേറ്റ് പേരും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കാസിലിനെല്ലാം ടവേഴ്സിനൊക്കെ സെപ്പറേറ്റ് പേരും കൊടുത്തിട്ടുണ്ട്. കിച്ചൺ ടവർ, പിന്നെ ചാപ്പൽ ടവർ, അങ്ങനെ ഓരോരോ പേരുണ്ട്. എനിക്കൊന്ന് ഈ വീഡിയോസിലൊക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പിന്നെ കുറേ റീജിയൻസിലൊക്കെ നമുക്ക് ഇപ്പോഴും സ്റ്റെപ്പ് അവൈലബിളാണ്. പിന്നെ അവർ പിടിച്ച് കയറാനൊക്കെ കുറച്ച് റോപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറ്റുന്നവരൊക്കെ ആണെങ്കിൽ എല്ലാം ടോപ്പിൽ പോയി കാണണം. ഞാൻ പിന്നെ കുഞ്ഞുമായിട്ടായിരുന്നു പോയത്, പക്ഷേ സ്റ്റിൽ ഞങ്ങൾ ടോപ്പിൽ പോയിട്ടോ. കാരണം ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ നമ്മൾ കാണാതെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ചുമ്മാ ഞാൻ പറയാം അത് വെർത്തല്ല. നമ്മൾ അപ്പോൾ ആ ടോപ്പിൽ പോയുള്ള വ്യൂ കണ്ടിട്ട് തന്നെ ഇറങ്ങണം. പിന്നെ വാവയായിട്ടൊക്കെ പോകുന്നവരാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. ഞങ്ങൾ പോയ സമയത്ത് ഭയങ്കര കാറ്റായിരുന്നു, അപ്പം അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരൊക്കെ ആയിട്ട് പോകുന്നവർ എന്താ പറയുക, സ്ട്രോളറൊക്കെ ആയിട്ടൊന്നും കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതിനൊക്കെ പറ്റുന്നവരാണെങ്കിൽ കൊച്ചുകളൊക്കെ ആയിട്ട് പോവുക. പിന്നെ ഗായ്സ്, പറയാനാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട റീജിയനുണ്ട്. അതായത് ഇവർ ഇങ്ങനെ ഈ വീഡിയോസിൽ കാണാതിരിക്കും, ഈ ഒരു ഗൈഡ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തരുന്നുണ്ട്. എനിക്ക് മനസ്സിലായ ഭാഷ അവർ പറയുന്നതെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന് സെപ്പറേറ്റ് റീജിയൻസ് ആയിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. രാജാവിനുള്ള ഏരിയ, പ്രൈവറ്റ് സ്പേസ്, അങ്ങനെയൊക്കെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റെയറൊക്കെ കയറി ചെന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ പറഞ്ഞ്, ഓക്കെ, ആ മുകളിൽ കാണുന്ന പ്രൈവറ്റ് റൂമുണ്ട്, അവിടെ ഒരു ടോയ്ലറ്റും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിതെന്താണെന്ന് കാണണമല്ലോ, ഇത്രയും വർഷം പഴക്കമുള്ളതല്ലേ, ടോയ്ലറ്റൊക്കെ ഒന്ന് കാണല്ലോ എന്ന് പറഞ്ഞ് കയറിയായിരുന്നു. അപ്പോൾ ചെന്നപ്പോൾ എന്തുവാ, ഒരു റൂം ഓക്കെ, പക്ഷേ അതിൻ്റെ അകത്ത് വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ല. അതിന് ചുമ്മാ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസേ ഉള്ളൂ. അതേ കൂടെ നോക്കുമ്പം വിൻഡോ ഇല്ല, ചുമ്മാ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടൊരു ഏരിയ. അതേ കൂടെ നമുക്ക് വിൻഡോ എന്ന് അനുമാനിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് 5-6 സ്റ്റെപ്പൊക്കെ ഇട്ട്, അതായത് അവർ ഉദ്ദേശിച്ച് അറ്റാച്ച്ഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് 3-4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പം അതാണ് ഗൈസ് ടോയ്ലറ്റ്. ആ ടോയ്ലറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം, ഒരു 2-3 കമ്പി വെച്ചിങ്ങനെ അടിച്ചിട്ടുണ്ട്. ഒരു ഗ്രില്ല് പോലൊരു ഏരിയ. അതിൽ നിന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ടവറിൻ്റെ ഏറ്റവും താഴെ വരെ കാണാം. അപ്പോൾ അതാണ് അത്രയും അവരുടെ ശൗചാലയം. അപ്പോൾ അത് കേട്ട് ഞാനൊന്ന് ഞെട്ടിയായിരുന്നു. പണ്ടത്തെ കാലത്ത് ബാക്കിയെല്ലാം പോശായിരുന്നെങ്കിലും ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. അതെ ഗായ്സ്, ഈ അമ്മായി നമുക്ക് പറഞ്ഞു തരികയാണ് അവിടെ എന്തൊക്കെയാണ് പറയുന്നത്. മുകളിലോട്ട് ചൂണ്ടിയത് കാണിക്കുന്നു, അതാണ് പ്രൈവറ്റ് റൂം, താഴെ ഇതാ ടോയ്ലറ്റ്, ബാക്കി അവർ തന്നെ പറയും. പിന്നെ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കാണുന്ന വിൻഡോസിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ.
ആ വിൻഡോസിൻ്റെ തീമൊക്കെ വന്നിരിക്കുന്നത് എന്തോ അവിടുത്തെ ആ റീജിയനിൽ കൂടെ അപ്പോൾ ഫ്ലൈ ചെയ്തിരുന്ന ബേർഡ്സിനും പിന്നെ ആ ഒരു റീജിയൻ്റെ മാപ്പും ഒക്കെ ആണെന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വ്യൂ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കോൺവേ കാസിലിലെ വിശേഷങ്ങളും അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയൊക്കെ. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അത് കമൻസിൽ നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും എല്ലാം പറയുക. അപ്പോൾ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കണക്കത്തുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഞാൻ ചെയ്തേക്കാം. ചീത്തയൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ ആരും വന്നിട്ട് ചീത്ത വിളിക്കരുത്. പറയാനൊക്കെ ഒരു മയത്തിലൊക്കെ പറയാം കേട്ടോ. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ ബായ്.